എവരിവൺ, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. DLED കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ നടത്തിയ ചെറിയൊരു പഠനയാത്രയുടെ കുഞ്ഞൊരു വിവരണമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ഞങ്ങൾ എങ്ങോട്ടെല്ലാം പോയി, എവിടെയെല്ലാം സന്ദർശിച്ചു, ഞങ്ങൾ എങ്ങനെയെല്ലാം ഞങ്ങളുടെ പഠനയാത്ര ആസൂത്രണം ചെയ്തു, അതെങ്ങനെയെല്ലാം നടപ്പിലാക്കി എന്നുള്ള തുടങ്ങിയിട്ടുള്ള വിവരങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് വിവരണത്തിലേക്ക് കടക്കാം. ആദ്യമായിട്ട് 15/1/2025 ഞങ്ങളുടെ ശാസ്ത്ര അധ്യാപികയായിട്ടുള്ള ഷഹല മിസ് ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു പഠനയാത്രയെക്കുറിച്ചിട്ടുള്ള ആശയം മുന്നോട്ട് വെച്ചത്, ഞങ്ങൾക്കൊരു സൂചന നൽകിയത് അന്നായിരുന്നു. ജനുവരി 15 എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ വളരെ മുറുക്കമുള്ള കുറച്ച് ദിവസങ്ങൾക്ക് ഇടയിലാണെന്ന് പറയാം. ഒന്നാം സെമസ്റ്ററിൻ്റെ അവസാന സമയമായതുകൊണ്ട് നോട്ട് സബ്മിഷനുകളും അതോടൊപ്പം തന്നെ എൻഡ് സെമസ്റ്റർ എക്സാമുകൾ അവസാനിച്ച ഒരു സമയം കൂടിയായിരുന്നു. ഇതേ സമയം തന്നെ ഞങ്ങളുടെ ഒന്നാം സെമസ്റ്ററിലെ സൈക്കോളജി, ഫിലോസഫി ഭാഗത്തേക്കുള്ള വിഷയങ്ങളിലേക്കുള്ള പബ്ലിക് എക്സാമിനുള്ള തയ്യാറെടുപ്പിലും കൂടിയായിരുന്നു. ഈ സമയത്താണ് ഒരു തീക്കനലിലേക്ക് ഒരു ഐസ്ക്രീം സ്കൂപ്പ് ഇട്ട് തരുന്ന പോലെ ഞങ്ങളുടെ ഷഹല മിസ് ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു പഠനയാത്രയുടെ കാര്യം അവതരിപ്പിച്ചത്. ഈ ടെൻസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിൽ നിന്നും ഒരു റിലാക്സേഷൻ ആവാം എന്നുള്ള രീതിയിൽ തന്നെയാണ് മിസ് ഞങ്ങളുടെ അടുത്ത് ഇങ്ങനൊരു ആശയം അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നെങ്കിലും റിപ്പോർട്ട് തയ്യാറാക്കണം എന്നുള്ള ചെറിയൊരു പരിഭവം എല്ലാവരുടെയും മുഖത്ത് അപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഭയങ്കര മടിയുണ്ടായിരുന്നു റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായിട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് കൺവീനർമാരെ തിരഞ്ഞെടുക്കുകയും അതുപോലെ തന്നെ ഞങ്ങളെ ക്ലാസ്സിൽ നിന്നും തസ്നീം ബീഗത്തിനെയും അതേപോലെ തന്നെ എ ബാച്ചിൽ നിന്നും ഷഹനാസിനെയും കൺവീനേഴ്സായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ യാത്രാ ചെലവ് വളരെ ചുരുങ്ങിയ ചെലവിലൊരു യാത്ര നടത്തി വരാം എന്നുള്ളതുകൂടി അന്ന് അറിയിച്ചിരുന്നു. 18/1/2025 യാത്രയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങൾ, യാത്രയിൽ പാലിക്കേണ്ട കാര്യങ്ങൾ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. അന്ന് തന്നെ ഏതെല്ലാം സ്ഥലങ്ങളാണ് സന്ദർശിക്കുന്നതെന്നും കൃത്യമായിട്ട് പറയുകയുണ്ടായി. പ്ലാനറ്റോറിയം, അതുപോലെ തന്നെ ബീച്ച്, സോപ്പ് ഫാക്ടറി, കേരള സോപ്സിൻ്റെ ഫാക്ടറി എന്നിങ്ങനെയുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കാമെന്നാണ് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യം പ്ലാനറ്റോറിയം, അതിനുശേഷം സോപ്പ് കമ്പനി, അതിനുശേഷം അവസാനമായിട്ട് ബീച്ച് എന്നുള്ള ക്രമത്തിലാണ് സന്ദർശിക്കേണ്ട സ്ഥലങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ടൂറിൻ്റെ ക്യാഷ് 600 രൂപ, ഓരോ കുട്ടികളും 600 രൂപ വീതം എടുക്കേണ്ടി വരുമെന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഫുഡ് കമ്മിറ്റി, അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ് കമ്മിറ്റി, പിന്നെ ഡിസിപ്ലിൻ കമ്മിറ്റി എന്നുള്ള വിവിധ കമ്മിറ്റികൾ, ടൂറിൻ്റെ കൃത്യമായ നടത്തിപ്പിന് ആവശ്യമായിട്ടുള്ള കമ്മിറ്റികൾ കൂടി രൂപീകരിച്ചു. ജനുവരി 24 ഞങ്ങളുടെ കാത്തിരുന്ന പഠനയാത്രയുടെ ദിവസം വന്നെത്തിച്ചേർന്നത്. അതായത് ഞങ്ങളുടെ അവസാന പബ്ലിക് എക്സാം തീരുന്നത് 2023 2025 ജനുവരി 23 അതിനുശേഷം വരുന്ന 24 ഞങ്ങൾ പഠനയാത്രക്കായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. ആദ്യം 7 മണിയാണ് അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് അത് 7:30 ആക്കുകയും കുട്ടികളുടെയും അതുപോലെ തന്നെ അധ്യാപകരുടെയും കുറച്ചധികം വൈകിയത് മൂലമൊക്കെ ചെറിയൊരു നന്നായിട്ട് മാറ്റം ഉണ്ടാവുകയും സമയത്തിൽ 8:30 ഞങ്ങൾ പുറപ്പെട്ടതെന്ന് തന്നെ പറയാം. കുട്ടികൾ ആലത്തൂർ പടി, അതുപോലെ തന്നെ കൊണ്ടോട്ടി, രാമനാട്ടുകര എന്നീ സ്ഥലങ്ങളിൽ നിന്നാണ് ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നത്.
സ്റ്റുഡൻറ്റ് കൺവീനേഴ്സായിട്ട് തസ്നീം ബീഗം ഷഹനാസും, ഫുഡ് കമ്മിറ്റിയിൽ ഫഹദ്, തബ്ഷീർ, ഹന ഹാരിസ്, റിയ ഷെറിൻ, റിസാന പി, ഫഹീം അശ്വന്ത്, ഫാത്തിമ തറയിൽ, ഷഹല മോൾ, ജസ്ന ജവാദ എന്നിവരും, ഡിസിപ്ലിൻ കമ്മിറ്റിയിൽ ആദിത്യ, ഹൃദ്യ, സുമയ്യ, ഹസ്ന എന്നിവരും, നുവൈർ, മാജിദ, മൈമുന, ദീപിക, ഷമീമ മോൾ എന്നിവർ ഫസ്റ്റ് എയ്ഡ് കമ്മിറ്റിയിലും, ഫർസാന, മുഹ്സിന ജബിൻ എന്നിവർ ഡോക്യുമെൻറ്റേഷൻ ടീമിലും ആണ് ഉൾപ്പെട്ടത്. കുട്ടികളുടെ അച്ചടക്കവും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഹാജർ നില പരിശോധിക്കേണ്ട വിവിധ ഘട്ടങ്ങളിൽ പരിശോധിക്കേണ്ടതായിട്ടുള്ളതിനാലും ആണ് ഡിസിപ്ലിൻ കമ്മിറ്റിയെ രൂപീകരിച്ചത്. അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ കൃത്യമായതും അതുപോലെ തന്നെ ആയ വിതരണത്തിനും അവയുടെ സംഘാടനത്തിനും ഒക്കെ വേണ്ടിയിട്ടായിരുന്നു ഫുഡ് കമ്മിറ്റീനെ നിയമിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാറ്റിൻ്റെയും അവിഭാജ്യ ഘടകമായ ഡിജിറ്റൽ ഡോക്യുമെൻറ്റേഷന് വേണ്ടിയിട്ട് ഓരോ പഠനയാത്രയുടെ ഓരോരോ നിമിഷങ്ങളും ഡിജിറ്റൽ രൂപത്തിൽ പകർത്തുവാനോ വേണ്ടിയിട്ട് ആയിരുന്നു ഫർസാന, മുഹ്സിന ജബീൻ എന്നിവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ദൗത്യം. ഇങ്ങനെ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ആരോഗ്യം, ചെറു അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ, ആശ്വാസം എന്നിവ നൽകുക എന്നുള്ളതായിരുന്നു ഫസ്റ്റ് എയ്ഡ് കമ്മിറ്റിയുടെ ഡ്യൂട്ടി. ഇത്തരം കമ്മിറ്റികൾ രൂപീകരിച്ചതിന് ശേഷമാണ് ടൂറിന് ഉള്ള തയ്യാറെടുപ്പുകൾ ഞങ്ങൾ നടത്തിയത്. അന്ന് രാത്രിയോടെ ഞങ്ങൾ പോയി വരാമെന്ന് പറഞ്ഞിട്ടുള്ള ടൈറ്റിലിൽ ഒരു മനോഹരമായിട്ടുള്ള പോസ്റ്ററും കൂടെ തയ്യാറാക്കി. പിറ്റേന്ന് 24-ന് ഞങ്ങൾ കൃത്യം 8 മണിക്ക് യാത്ര ആരംഭിക്കുകയും ആദ്യം 9:50-ന് ഞങ്ങളുടെ യാത്ര റീജിയണൽ സയൻസ് സെൻറ്റർ ആൻഡ് പ്ലാനറ്റോറിയത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. അതുവരെ അവിടെ എത്തുന്നത് വരെ ആട്ടവും പാട്ടുമായിട്ട് ഞങ്ങൾ പലതരത്തിലുള്ള വിനോദങ്ങളിൽ ഏർപ്പെട്ടു. എല്ലാവരിലും കൗതുകം തോന്നിക്കുന്ന ധാരാളം കാഴ്ചകൾ അവിടെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് തന്നെ ഞങ്ങൾ വിഹരിച്ചത് അവിടെയുള്ള സയൻസ് പാർക്കിലായിരുന്നു. ഒരുപാട് ശാസ്ത്ര തത്വങ്ങൾ ഉൾക്കൊണ്ട വളരെ മനോഹരമായിട്ടുള്ള ചെടികളും പൂക്കളും മരങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു പാർക്ക് ഉണ്ടായിരുന്നു അവിടെ. ഈ സയൻസ് പാർക്കിൽ ഉള്ള ഓരോ തത്വങ്ങളും വായിച്ചു നോക്കുകയും ചിലർ ഫോട്ടോ എടുക്കുകയും അതുപോലെ തന്നെ പലരും പലതും പരീക്ഷിച്ച് നോക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് അവിടെ എത്തിയതിന് ശേഷം ചായ കൂടി തരികയുണ്ടായി. ബസ്സിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കരുതിയിരുന്ന ചായയും ചെറുകടിയും ഞങ്ങളെല്ലാവരും ചേർന്നിട്ട് കഴിച്ചതിന് ശേഷമാണ് പ്ലാനറ്റോറിയത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചത്. അതിനുശേഷം ഞങ്ങൾ അവിടെ മൊത്തമായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യുകയാണ് ഉണ്ടായത്. അതിനകത്ത് ഒരുപാട് സയൻസ് ലാബുകൾ, പല പല കൗതുകം ഉണർത്തുന്ന ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ലാബാണ് ഉണ്ടായിരുന്നത്. ഫൺ സയൻസ്, മിറർ മാജിക്, ഹാൾ ഓഫ് ഓഷ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഭംഗിയാർന്നിട്ടുള്ള നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് കാഴ്ചകൾ അതിനകത്ത് കാണാൻ പറ്റിയിരുന്നു. കണ്ണാടി കൊണ്ടുള്ള മാജിക്കുകളിൽ വളരെ തൽപരരായ പലരും വീഡിയോ ഫോട്ടോസൊക്കെ എടുത്തിട്ട് മനോഹരമായിട്ടുള്ള ഓർമ്മ സൃഷ്ടിച്ചു. പിന്നീട് ഞങ്ങൾ ആദ്യമായിട്ട് കയറിയത് 3D ഷോയിലേക്കാണ്. 11 മണിയുടെ ടിക്കറ്റാണ് ഞങ്ങൾ 3D ഷോയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങളെല്ലാവരും നിരയായിട്ട് 3D ഷോ കാണുന്നതിന് വേണ്ടിയിട്ട് ഹാളിലേക്ക് പ്രവേശിച്ചു. കയ്യിൽ കിട്ടിയ കണ്ണട വളരെ നിസ്സാരമെന്ന് തോന്നിയിരുന്നു ആദ്യം കയ്യിൽ കിട്ടിയപ്പോൾ. പിന്നീട് അത് വെച്ചിട്ട് ഇരുന്ന് എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുകയുണ്ടായി. അതിനുശേഷം ഞങ്ങൾ ഷോ ആരംഭിച്ചപ്പോഴാണ് വളരെ നിസ്സാരമായിട്ട് തോന്നിയ ഒരു കൊച്ചു കണ്ണടയുടെ പവർ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. വളരെ രസകരമായിട്ട് അത്ഭുതകരമായിട്ട് തോന്നിയ ഒരു ഷോ തന്നെയായിരുന്നു 3D ഷോയിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റിയത് എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല. ആംസ്ട്രോങ്, ആൽഡ്രിൻ, കോളിൻ എന്നിവർ ചന്ദ്രനിൽ ആദ്യമായിട്ട് ഇറങ്ങുന്ന കാഴ്ച, അവരുടെ വാഹനത്തിൻ്റെ ഉള്ളിലുള്ള ഓരോരോ
കാഴ്ചകൾ, ഇവയെല്ലാം ഞങ്ങൾക്ക് ഒരു നേരനുഭവം പോലെ തോന്നിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഞങ്ങളും അവരിലൊരു യാത്രക്കാരായി തന്നെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. ആകാശത്തിലൂടെ, അന്തരീക്ഷത്തിലൂടെ ഞങ്ങളും ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ പോലെ, ചന്ദ്രനെ തൊട്ടതുപോലെ ഞങ്ങൾക്ക് തോന്നി. ആംസ്ട്രോങ് ആദ്യമായിട്ട് ചന്ദ്രനിൽ കാല് കുത്തുന്ന രംഗം ഞങ്ങൾ ജസ്റ്റ് ഒരു ഷോയിലൂടെ കണ്ടപ്പോൾ എല്ലാവരും മാർത്ത് കൈയടിച്ചു. മനുഷ്യൻ്റെ കുതിപ്പിനെ അപ്പോഴും ഒരുപാട് കാലം മുന്നേ കഴിഞ്ഞ കാര്യമാണെങ്കിലും ഞങ്ങൾ അത്രയും സന്തോഷത്തോടെ ആ കാഴ്ച വരവേറ്റു. 11:30 ഞങ്ങളുടെ ഷോ അവസാനിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ഞങ്ങൾ 11:30 നക്ഷത്ര ബംഗ്ലാവിലേക്കാണ് പോയത്. ഞങ്ങളുടെ നക്ഷത്ര ബംഗ്ലാവിൽ സൗരയൂഥ കാഴ്ചകളാണ് ഞങ്ങളെ വരവേറ്റത്. സൂര്യനും അതിൻ്റെ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും എല്ലാം അടങ്ങിയ ധൂമകേതുക്കൾ, അത് കൊള്ളിമീൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആകാശ കാഴ്ചകൾ, നക്ഷത്രങ്ങളിലെ പിന്നിലെ കഥകൾ, ഗ്രഹങ്ങളുടെ അവയുടെ ഉപഗ്രഹങ്ങളുടെ പ്രത്യേകതകൾ, ഇവയെല്ലാം വിവരിക്കുന്ന വളരെ അറിവ് നൽകുന്ന ഒരു ഷോയായിരുന്നു നക്ഷത്ര ബംഗ്ലാവ് എന്ന് തന്നെ പറയാം. വളരെ ചിത്ര പ്രദർശനങ്ങളും മനോഹരമായിട്ടുള്ള അവതരണവുമാണ് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. തീർച്ചയായിട്ടും നക്ഷത്ര ബംഗ്ലാവ് അവിടുത്തെ മുഖ്യ ആകർഷണം തന്നെയായിരുന്നു. 11:50 ഞങ്ങളുടെ നക്ഷത്ര ബംഗ്ലാവിലെ ഷോ അവസാനിച്ചത്. അതിനുശേഷം ഞങ്ങൾ യാത്ര തിരിച്ചത് കേരള സോപ്സിലേക്കാണ്. പക്ഷെ അതിന് മുന്നേ ആയിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയും അതിനുശേഷം പുരുഷന്മാർ പള്ളിയിൽ പോവുകയും ജുമാ നമസ്കാരം നിർവഹിക്കുന്നതിനായിട്ട് പള്ളിയിൽ പോവുകയും സ്ത്രീകൾ ഇവിടുന്ന് തന്നെ നിസ്കരിക്കുകയും അതിനുശേഷം പാർക്കിലൂടെ ചുറ്റിക്കറങ്ങി കുട്ടികളോടൊപ്പം കളിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഞങ്ങൾ സോപ്പ് കമ്പനിയിലേക്ക് യാത്ര തിരിച്ചത്. 2:45 കൂടിയാണ് ഞങ്ങൾ സോപ്പ് കമ്പനിയിൽ എത്തിച്ചേർന്നത്. അവിടെ എത്തിയതിനു ശേഷം ഞങ്ങൾക്ക് സോപ്പിൻ്റെ ഗുണമേന്മ, അതുപോലെ തന്നെ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത, നിർമ്മാണം തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഘടകങ്ങളെക്കുറിച്ചിട്ട് വിശദമായിട്ട് അവിടെയുള്ള ഒരു ഇൻസ്ട്രക്ടർ ഞങ്ങൾക്ക് ക്ലാസ് നൽകി. അതിനുശേഷം മാത്രമാണ് ഞങ്ങളെ സോപ്പ് നിർമ്മാണ കമ്പനിയിലേക്ക് പ്രവേശിപ്പിച്ചത്. സോപ്പ് നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഞങ്ങൾക്ക് അവിടെ കാണാൻ പറ്റി. ജസ്റ്റ് ബാത്റൂമിൽ യൂസ് ചെയ്യുന്ന കടയിൽ വാങ്ങിക്കൊണ്ട് വരുന്ന സോപ്പിനപ്പുറം ഈ സോപ്പ് എങ്ങനെ നിർമ്മിക്കുന്നു എന്നുള്ള ഒരു കാഴ്ചയാണ് ഞങ്ങൾക്ക് അവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. യന്ത്രവും മനുഷ്യനും പ്രയത്നിച്ചിട്ടാണ് സോപ്പ് ഈ രൂപത്തിൽ എത്തുന്നത് എന്നുള്ള അറിവും ലഭിക്കുകയും അതോടൊപ്പം തന്നെ ഞങ്ങൾ അവിടെ നിന്നും സോപ്പ് വാങ്ങിക്കുകയും ചെയ്തു. സോപ്പ് നിർമ്മാണ കമ്പനി കണ്ടതിന് ശേഷം അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ടീമിൽ നിന്നും 2 പേർ, സഫാൻ, ദീപിക എന്നിവർ അവർക്ക് ഫീഡ്ബാക്കും കൂടി നൽകി. ഉൽപ്പന്നങ്ങൾ വാങ്ങിയാലും ഫോട്ടോ എടുപ്പും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്നും തിരിച്ചത്. 4:15 ഞങ്ങൾ അവിടെ നിന്നും മടങ്ങിയത്. ഞങ്ങളുടെ അവസാന ഡെസ്റ്റിനേഷൻ കോഴിക്കോട് ബീച്ചായിരുന്നു. ബീച്ചിലെത്തുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വളരെ ആകാംക്ഷയോടെ സന്തോഷത്തോടെ കാത്തിരുന്നുവെന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾക്കതൊരു ആശ്വാസം കൂടിയായിരുന്നു. അവിടെ ഞങ്ങൾ പഠിച്ചിട്ടില്ല, ഒന്നുമേ അറിഞ്ഞിട്ടില്ല. പ്ലാനറ്റോറിയത്തിൽ ഞങ്ങൾ സയൻസിൻ്റെയും വിവിധ തലങ്ങൾ, വിവിധ മേഖലകൾ പഠിച്ചപ്പോൾ, അതുപോലെ സോപ്പ് കമ്പനിയിൽ ഞങ്ങൾ വർക്ക് എഡ്യൂക്കേഷൻ്റെ നിർമ്മാണ മേഖല തൊഴിലിനെ കുറിച്ചിട്ട് ഞങ്ങൾ അറിവ് നേടിയപ്പോൾ ഞങ്ങൾക്ക് തീർത്തും വിനോദമാകുന്ന ഒരിടമായിരുന്നു ബീച്ച്. ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം തന്നതിന് ശേഷമാണ് ബീച്ചിലേക്ക് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നത്. സൂര്യാസ്തമയം കാണുന്നതിന് വേണ്ടിയിട്ട് അകലെ നിന്നും എത്തിയിട്ടുള്ള ഒരുപാട് ആളുകൾ, അതുപോലെ തന്നെ കടൽ തീരത്തുള്ള ചെറുകടകളിൽ നിന്ന് കടൽ വിഭവങ്ങൾ വാങ്ങിക്കാൻ എത്തിയിട്ടുള്ള ഒരുപാട് ആളുകളെല്ലാം അവിടെ ഉണ്ടായിരുന്നു.
ഞങ്ങളും വാങ്ങി ഒരുപാട് കടൽ വിഭവങ്ങൾ, നാട്ടിൽ തന്നെ കിട്ടുന്ന ഒരുപാട് മിഠായികൾ, പലഹാരങ്ങൾ എല്ലാം വാങ്ങി എല്ലാവരും ഒരുമിച്ച് കഴിച്ചു. നാക്കും പാദങ്ങളും ഒരേ സമയം ഐസിൻ്റെയും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെയും നുര നുണഞ്ഞു. കൈകോർത്ത് പിടിച്ച് മണലിൽ ഓടി കളിച്ച് ഞങ്ങൾ സൗഹൃദ ചെങ്ങല തന്നെ തീർക്കുകയായിരുന്നു. നാടോടി കച്ചവടക്കാരിൽ നിന്നും മാറി മാറി വില ചോദിച്ച് വില പേശി വാങ്ങിക്കൂട്ടി കയ്യിൽ വെച്ചവയ്ക്ക് വീട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. പിന്നീടാണ് ചുവപ്പ് സൂര്യനെ ഞങ്ങൾ ചക്രവാളത്തിൽ കണ്ടത്. പടിഞ്ഞാറ് അസ്തമിക്കുന്ന ആൾ, അതായത് ഞായർ പടിയുന്നിടമാണ് പടിഞ്ഞാറെന്ന് പറയാറുണ്ട്. ഞായർ മെല്ലെ അങ്ങ് മേഘപാളികൾക്കിടയിൽ പടിയുകയാണ് ഉണ്ടായത്. ഞങ്ങൾക്ക് സൂര്യൻ വെള്ളത്തിൽ മുങ്ങി താഴുന്നത് കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ കണ്ടില്ല. മേഘങ്ങൾ അവയെ എന്ന് പറയുന്നില്ല, സൂര്യനെ മെല്ലെ അങ്ങ് വിഴുങ്ങിക്കളഞ്ഞു. ഞങ്ങൾക്ക് പിന്നെ കാണാൻ പറ്റിയില്ല. വിസരണം കാരണം ചിന്നിച്ചിതറി തെറിച്ചു പോയ നീല, വയലറ്റ്, പച്ച തുടങ്ങിയിട്ടുള്ള നിറങ്ങളല്ലാതെ അവശേഷിച്ച ഓറഞ്ച്, മഞ്ഞ, ചുവപ്പ് തുടങ്ങിയിട്ടുള്ള നിറങ്ങൾ ചേർന്ന ഒരു നിറമാണ് സൂര്യനും ചക്രവാളത്തിനും ഉണ്ടായിരുന്നത്. മണലിൽ പേരുകൾ എഴുതിയിട്ടും അവ തിരവന്ന് തട്ടിത്തെറിപ്പിച്ച് കൊണ്ടുപോകുന്നതും കട്ടെടുത്ത് കൊണ്ടുപോകുന്നതും കണ്ട് ആസ്വദിച്ചിട്ട് ഒരുപാട് പേര് നിന്നു. ഒരിക്കലും മടുപ്പ് തോന്നിയില്ല വിരലുകൾക്കും അതേപോലെ തന്നെ കടലമ്മയ്ക്കും. 7 മണിയോടെയാണ് ഞങ്ങൾ യാത്ര തിരിച്ചത്. അവിടുന്ന് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി എല്ലാവരും എത്തിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അവർ എല്ലാവരെയും ബസ്സിൽ കയറ്റിയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് യാത്ര തിരിക്കുകയാണ് ഉണ്ടായത്. ബസ്സിൽ കയറിയതോടെ ഇനി അധികം ദൂരമില്ല ഞങ്ങളുടെ നാട്ടിലേക്ക് എന്ന തിരിച്ചറിവ് എല്ലാവരിലും സങ്കടം ഉണ്ടാക്കിയെങ്കിലും കലാശക്കൊട്ട് എന്നുള്ള രീതിയിൽ പാട്ടും ഡാൻസും എല്ലാം ആരംഭിച്ചു. പലരും വീഡിയോ പിടുത്തവും അതുപോലെ തന്നെ ഫോട്ടോ എടുപ്പും എല്ലാം തുടങ്ങി. കൊണ്ടുവന്നിട്ടുള്ള കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്ന പലഹാരങ്ങൾ പങ്കിട്ട് കഴിച്ചു. ഇവയെല്ലാം നല്ല ഓർമ്മകൾ തന്നെയായിരുന്നു. യാത്രകൾ ഇനിയും ഒരുപാടുണ്ടാവും. ഇത് വളരെ ചെറുതാണ്. ഇനിയും ഇതിലും വലുതുണ്ടാവും, ഇതിലും മനോഹരമായതുണ്ടാവും, ഇതിലും മനോഹാരിത തരാത്തതുണ്ടാവും. പക്ഷേ ഈ യാത്രയ്ക്ക് മറ്റൊന്നിനും പകരമാവാൻ പറ്റില്ല. ഞങ്ങൾ കുറച്ച് നേരം കൊണ്ട് തീർത്ത സൗഹൃദം, ഞങ്ങളറിഞ്ഞ ഞങ്ങളുടെ ഉല്ലാസത്തിൻ്റെ ഉന്നത തലങ്ങൾ, ഇതെല്ലാം ഈ യാത്ര തന്ന അനുഭവങ്ങളാണ്. ഞങ്ങൾക്കൊരുപാട് ജ്ഞാനം ഈ യാത്രയിൽ നിന്നും ആർജിക്കാൻ പറ്റി. ഞങ്ങളറിയാതെ ഒരുപാട് കാര്യങ്ങൾ, ഞങ്ങൾ ഇതിനു മുന്നേ പഠിച്ച് മറന്നു പോയവയും പുതുതായിട്ട് അറിഞ്ഞവയും ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഈ യാത്രയിൽ നിന്നും കിട്ടി. ഞങ്ങളുടെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് റിപ്പോർട്ട് തയ്യാറാക്കാൻ ഞങ്ങളുടെ അധ്യാപക ആവശ്യപ്പെട്ടത് ഡിജിറ്റൽ രൂപത്തിലായിരുന്നു. ഒരു PPT പ്രസൻറ്റേഷൻ ആക്കി ഞങ്ങളുടെ റിപ്പോർട്ട് തയ്യാറാക്കിയാൽ മതിയെന്നാണ് അധ്യാപക ഞങ്ങളെ അറിയിച്ചിരുന്നത്. അതിനനുസൃതമായി ഞങ്ങൾ ഗ്രൂപ്പ് പ്രവർത്തനമായി ഏറ്റെടുത്ത് ഗ്രൂപ്പ് മെമ്പേഴ്സ് എല്ലാവരും ഒന്ന് ചേർന്നിട്ട് കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഒരു PPT പ്രസൻറ്റേഷൻ തയ്യാറാക്കി. PPT പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് ഞങ്ങളെ ഗ്രൂപ്പിലുണ്ടായിരുന്നത് അനുപമ, ഞാൻ, ഫാത്തിമ തറയിൽ, ഫാത്തിമ ജെയ്ഷ്, മുഹസിന ജെബിൻ, റുക്സാന, ഷിംന, തസ്നീം ബേഗം എന്നിവരായിരുന്നു. ഞങ്ങളുടെ കൂട്ടായ ശ്രമത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടായ ഒരു ഉൽപ്പന്നം തന്നെയാണ് ഞങ്ങളുടെ ഈ പ്രസൻറ്റേഷൻ. ഇതോടെ എൻ്റെ യാത്രാ വിവരണം അവസാനിക്കുകയാണ്. നന്ദി.